ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് സെപ്പറേഷനിലായിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളിൽ നിന്ന് സെപ്പറേഷനിൽ പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും സെപ്പറേഷനിലുള്ള ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലുള്ള ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങളോട് പറയണമെന്ന് അവരാഗ്രഹിക്കുന്ന എന്നാൽ പറയാൻ കഴിയാത്തതായി പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. സെക്കൻഡ് കാർഡ് ദ ഹെറോഫൻ കാർഡാണ്. ഓക്കെ, Ace of Pentacles, Ace of Wands, the Hermit card, Seven of Wands, Three of Pentacles, Four of Cups, Two of Cups, Nine of Wands. Okay, second last card, Knight of Pentacles, Two of Swords. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി മാസ്റ്റർ കാർഡ് എന്താണ് എന്ന് കൂടി നോക്കാം. മാസ്റ്റർ കാർഡ്, ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് ഫോർ ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ ടു ഓഫ് കപ്സ്, രണ്ട് കാർഡുകൾ, കപ്സിന്റെ കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സുകളാണ് ഈ ഒരു കാർഡുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സ്നേഹം അന്നും ഇന്നും എല്ലാം ജെന്യൂൻ ആണ്, അതേപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട്, അത് ജെന്യൂൻ ആയിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ഈ ഒരു കാർഡുകൾ പറഞ്ഞു തരുന്നു. പക്ഷെ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നത് അവർ ഇമോഷണലി നിങ്ങളോട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് പറയുന്നത് അവർ ഈ ഒരു ബന്ധത്തെ ഒരു റിയൽ ബോണ്ട് ആയിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സുകൾ ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാർഡുകളിലൂടെ അവര് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ എല്ലാ കാര്യങ്ങളും എളുപ്പമല്ല എന്നുള്ള ഒരു കാര്യമാണ് അവര് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇത് വളരെ ക്ലിയർ ആണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, അറ്റാച്ച്മെന്റ്, ഇമോഷണൽ കണക്ഷൻസും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു വാക്കിൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അത് ഫേക്ക് ആയിട്ടുള്ള ഒന്നല്ല, അത് റിയൽ ആണ്. അവരെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട്, ടോട്ടലി നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവരൊട്ടും റെഡിയല്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ടുകളയാനായിട്ട് അവർ റെഡിയല്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും എളുപ്പമല്ല എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് മെയിൻ പോയിന്റ്സ്, ഇതിന്റെ അർത്ഥം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് അവർക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകാം. കാരണം ടു ഓഫ് സോഴ്സിന്റെ അർത്ഥം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർക്ക് തന്നെ അറിയില്ല നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു സിറ്റുവേഷൻ ആണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുണ്ട്, പക്ഷെ ഒരു ഡിസിഷനോ ഒരു ക്ലാരിറ്റിയോട് കൂടി ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് നിന്നെ വേണം, പക്ഷെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സന്റെ അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഹേർട്ടുകള്, പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പേടി, ഈ നൈൻ ഓഫ് വൺസിന്റെ എനർജി അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മുൻപ് അവർക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ടാകാം, വീണ്ടും ആ ഒരു പെയിൻ വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ വീണ്ടും ഈ ഒരു പേഴ്സൺ ഹേർട്ട് ആകുമോ എന്ന് ഇവർ പേടിക്കുന്നത് കൊണ്ടായിരിക്കാം. കുറെ ആളുകൾ അങ്ങനെയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. മറ്റ് ചില ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്.
അപ്പൊ അത് എളുപ്പമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഫാമിലി ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, അവരുടെ ഫാമിലിക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരിക്കാം നിങ്ങളെ കുറിച്ച്. അതുകൊണ്ട് അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ കരിയറിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളാണെങ്കിൽ ഇതൊരു പെട്ടെന്ന് സാധ്യമാക്കി എടുക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥയായിരിക്കാം. അതുപോലെ ഇപ്പോഴത്തെ ഒരു ടൈം അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഒരു തോറ്റു നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടൈമാണ് അവരുടെ ലൈഫിൽ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ടൈമിങ് പ്രോബ്ലംസ് ആയിരിക്കാം. എല്ലാം ഒന്ന് റൈറ്റ് ആയിട്ട് ശരിയായ രീതിയിലല്ല അവരുടെ ലൈഫിൽ പോകുന്നത്. അതാണ് ഒരു പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ശരിയായ രണ്ടാളുകളാണ്, ഞാനും നീയും ശരിയായ രണ്ട് ആളുകളാണെങ്കിലും സമയം ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള നല്ലൊരു സമയം വരുമ്പോൾ എല്ലാം ഓക്കെ ആകുമായിരിക്കും എന്ന് കരുതിയിട്ട് അതാണ് ഒരു എളുപ്പത്തിൽ ഇത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാനായിട്ട് കഴിയില്ല എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ആളുകൾക്ക് ഈഗോയും അതുപോലെ തന്നെ ഒരു ഡിഫെൻസീവ് നേച്ചറുള്ള വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈസി ആയിട്ട് അവർ സറണ്ടർ ചെയ്യില്ല. അതുപോലെ തന്നെ കൺട്രോൾ, അതായത് നിങ്ങളിൽ ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജീസും. അപ്പൊ അങ്ങനെയുള്ളവരെയും നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഞാനത് മുഴുവനായിട്ട് കാണിക്കില്ല. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നീ നിൽക്കണം, അല്ലെ എന്റെ പുറകെ നീ വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഈ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അത്ര എളുപ്പമല്ല എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ബേസിക്കലി ഇതാണ്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ റെഡിയല്ല, അല്ലെങ്കിൽ ഞാൻ കേപ്പബിൾ അല്ല, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നീ കേപ്പബിൾ അല്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു സ്നേഹം മാത്രം മതിയാവില്ല ഒരു റിലേഷൻഷിപ്പിൽ. അതിൽ എഫേർട്ട് വേണം, ക്ലാരിറ്റി വേണം, അതുപോലെ ആക്ഷൻ വേണം. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ആവില്ല. അപ്പൊ അതായത് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ സിറ്റുവേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടാകാം, പക്ഷെ ആ ഒരു ഹോപ്പ് ഉണ്ടാകുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വേർഡ്സ് മാത്രമാണോ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഓഫ് സോർട്സ്, അതുപോലെ ഹെർമിറ്റ് കാർഡ്, 4 ഓഫ് കപ്സ്, ഇത്രയും കാർഡുകൾ കാണുന്നുണ്ട്. അവര് ഇപ്പൊ വളരെ കൺഫ്യൂസ്ഡ് ആണ്. 2 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹെർമിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് അവർ ആലോചിക്കുന്നു, കുറെ ഡിസ്റ്റൻസ് എടുക്കുന്നു, നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കുന്നു. ചിലപ്പോൾ ഫിസിക്കലി അവർ നിങ്ങളിൽ നിന്ന് ഒത്തിരി അകലെ ആയിരിക്കാം, എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളായിരിക്കാം. എങ്ങനെയാണെങ്കിലും അവർ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4 ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് വരുമ്പോൾ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ മുന്നിലുണ്ട്. അപ്പൊ അത് കാണുമ്പോഴും അവരതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, 4 ഓഫ് കപ്സിന്റെ എനർജി. അപ്പൊ അവര് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ മനസ്സിലാകുന്നില്ല, എനിക്ക് കുറച്ച് സമയം വേണം, എനിക്ക് കുറച്ച് സമയം എടുത്ത് ഒരു ക്ലാരിറ്റി എടുക്കണം, എന്നിട്ട് ആ ക്ലാരിറ്റിക്ക് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവർ ഈ ഒരു കാർഡിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്, പിന്നെ 9 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇതൊരു ഡിഫെൻസീവ് എനർജി തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡിഫെൻസീവ് എനർജി, ഈഗോ എന്നൊക്കെ പറയാം. അവരിപ്പോ സെൽഫ് പ്രൊട്ടക്ഷൻ മോഡിലാണ്. ഹേർട്ട് ആയിട്ടുണ്ടാവാം ഇതിന് മുന്നേ പാസ്റ്റ് റിലേഷൻഷിപ്പിലോ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്തോ അവർ ഹേർട്ട് ആയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അവർ ശരിക്കും ഒരു വാൾ നിർമ്മിച്ച് അതിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു വേലി കെട്ടി അതിനുള്ളിൽ നിന്ന് അവരെ തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് അവർ അതിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു 7 ഓഫ് വാൻസിനും അതുപോലെ 9 ഓഫ് വാൻസും നമുക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ ഇനി എളുപ്പത്തിൽ നിങ്ങളിലേക്ക് ഒരു ഓപ്പൺ ആകാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഇതെന്ന് നീ മനസ്സിലാക്കണം എന്ന് അവര് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹെറോഫൻ കാർഡ് ഉണ്ട്, അതുപോലെ 3 ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ഈ ഒരു 3 കാർഡുകളുണ്ട്. അവർ ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇവരിപ്പോ ഹറിബറി ആയിട്ട് വന്ന് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഒരു സ്മൂത്ത്നെസ്സിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇതൊരു ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ട് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നത്, വളരെ സ്ലോ ആയിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ഹെറോഫൻ കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് എനർജി തന്നെയാണ്. അപ്പൊ നമുക്കത് ഉറപ്പായിട്ട് നിങ്ങളെ വിട്ടിട്ട് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.
പിന്നെ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം എന്നൊക്കെ ആൾ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് വളരെ സ്ലോയിലേക്ക് പോകുന്നു, ഒരു സ്റ്റഡി പ്രോസസ്സിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, ഇങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് ഒരു വർക്ക് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് നല്ലതാക്കിക്കൊണ്ട് വരും. പക്ഷെ അത് സ്ലോ ആണെങ്കിലും സ്റ്റഡി ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ശരിയാക്കണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിയാക്കാം, പക്ഷെ കുറച്ച് പേഷ്യൻസ് വേണം, നിങ്ങൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം, ഞാനൊരു മുന്നോട്ട് വരും എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം ഞാൻ ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരാം എന്നുള്ളത് അവർ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ഉണ്ട്, അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. അവർക്ക് നിങ്ങളോട് സത്യസന്ധമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, ഒരു പുതിയ തുടക്കം അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴത്തേക്കും അവരവിടെ ഒന്ന് തളർന്നു പോവുകയാണ്. അവർ മനസ്സിൽ എങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ച്, നമ്മൾ രണ്ടുപേരും ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഒരു ക്ലാരിറ്റി വരും എല്ലാത്തിനും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കാനും പറ്റും, ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു 4 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അവരുടെ ഫീലിങ്സുകൾ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, പിടിച്ചു വെക്കുകയാണ്. ഫുള്ളി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ഒട്ടും റെഡി ആകുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു 4 ഓഫ് പെന്റിക്കിൾസിലൂടെ അവർ പറയുന്നത്, എൻ്റെ ഫീലിങ്സുകൾ ഞാൻ അടക്കി വെച്ചിരിക്കുന്നു, ഇപ്പോൾ മുഴുവൻ തുറന്ന് നിന്നിലേക്ക് വരാനായിട്ട് ഞാൻ പേടിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട കുറെ കാര്യങ്ങളുണ്ട്, കൺഫ്യൂഷൻസ്, ഡൗട്ട്സ്, ഈഗോ, ഇങ്ങനെ പലർക്കും പല കാരണങ്ങളാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു കാരണം പറയാനായിട്ട് പറ്റത്തില്ല. എങ്കിലും അവർ എന്തോ ഒരു കാര്യത്തെ പേടിച്ചുകൊണ്ടാണ് അവരുടെ ഫീലിങ്സുകൾ അവർ അടച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓവറോൾ മെസ്സേജ് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിന്റെ ശബ്ദം എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷേ ഞാൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ ഒത്തിരി ഹേർട്ടായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി വേദനകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണ് ഈ ഒരു സമയത്ത് നിന്നിൽ നിന്ന്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ച് നിന്നോട് പറയുന്നു. ഞാൻ സ്ലോ ആയിട്ട് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു സമയം, പേഷ്യൻസ്, ഹോണസ്റ്റ്, ആ ഒരു രീതിയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നീയുമായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഓവറോൾ മെസ്സേജ് ആയിട്ട് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് ഈ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് കുറച്ച് ഗൈഡൻസ് ചോദിക്കാം. ഞാൻ എന്താണ് ഈ ഒരു സമയത്ത്, ഇനി ഞാൻ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യണോ, അവരുടെ പുറകെ ചെന്നിട്ട് ഞാൻ ക്ഷമ ചോദിക്കണോ എങ്ങനെ നമുക്ക് യൂണിവേഴ്സിനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഒരു സ്ലോ പ്രോഗ്രസ്സിലുള്ള ഒരു റിലേഷൻഷിപ്പുമാണ്. അതിനാൽ നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷൻസും വളരെ രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഫസ്റ്റ് തന്നെ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു പേഴ്സണ് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ ദ ഹെർമിറ്റ് പ്ലസ് അതുപോലെ 2 ഓഫ് സോൾസ്, ഈ 2 കാർഡുകളുടെ ഒരു എനർജിയാണ്. അവർക്ക് ക്ലാരിറ്റി കിട്ടാനായിട്ട് സമയം വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തുടർച്ചയായിട്ട് മെസ്സേജോ കോളോ ഒന്നും ചെയ്യരുത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഒരു സ്പേസ് കൊടുക്കുക. അവർ ബ്രീത്ത് ചെയ്ത് അവർക്ക് അവരുടെ ലൈഫിൽ എന്താണ് വേണം, നിങ്ങളെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കട്ടെ. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്, നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണ് അവർക്ക്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ സെക്കൻഡ് ആയിട്ട് വരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാം കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കാം. ഒരു റൈറ്റ് ടൈമിൽ മാത്രം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഏസ് ഓഫ് സോഴ്സ് കാണിച്ചു തരുന്നത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്ക് ഇവിടെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. പക്ഷെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഒരു സിമ്പിൾ ആൻഡ് സോഫ്റ്റ് മെസ്സേജസ് അയക്കാം. നമ്മൾ കാമായിട്ട് സംസാരിക്കാൻ നമുക്ക് കാമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള സിമ്പിൾ ആൻഡ് കാമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് അയക്കാം. അതുപോലെ തന്നെ ലോങ് ഇമോഷണൽ പാരഗ്രാഫ്സ്, അങ്ങനെ ഞാനത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്ത, എന്താണ് എന്നെ വിളിക്കാത്ത, അല്ല ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലോങ് ഇമോഷണൽ പാരഗ്രാഫ്സ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത്
അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഫൈറ്റ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ്. അതായത് എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണമോ വേണ്ടയോ, ഇതാണ് നമുക്ക് യെസ് ഓർ നോ, ഇത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ കാം ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അല്ലാതെ നമ്മളവിടെ ഈ ഒരു പേഴ്സന്റെ അടുത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്ത് ജയിച്ച് നമുക്ക് അവിടുന്ന് ട്രോഫി വാങ്ങിച്ച് പോരാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാകാനും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി അവർക്ക് നമ്മളെ വേണ്ട എന്നുണ്ട്, നമ്മളില്ലാതെ അവർ ഹാപ്പി ആണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കട്ടെ. അപ്പോഴും നമ്മൾ ഒരു മറ്റൊരു വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസും കൊടുക്കാതെ അവർ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോഴും അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുള്ള ഒരു എപ്പോഴും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക ഇനി അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത്. ഓക്കെ, പിന്നെ സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. 7 of Wands, 9 of Wands, ഈ രണ്ട് കാര്യങ്ങൾ അവർ ഡിഫെൻസീവ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ കയ്യിൽ നിന്ന് പോകാതെ വളരെ സോഫ്റ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നീയും നിന്റെ വാല്യൂ കുറയ്ക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്കറിയാം. നിങ്ങൾ അവരെ കണ്ട് പഠിക്കുക. ശരിക്കും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവരെത്ര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എത്ര കോൺഫിഡൻസോട് കൂടിയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് കൂടി അവർ നല്ല ഹാപ്പി ആയിട്ട് അത് വാല്യൂ ചെയ്ത് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർ ഹേർട്ട് ആകാതെ അവർക്ക് നല്ലത് വരേണ്ട രീതിയിൽ അവരിത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വാല്യൂ കുറയ്ക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരോട് ബെഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതോ ഒക്കെ ഒഴിവാക്കുക. ഞാൻ മാത്രം ശ്രമിക്കുന്നു എന്നൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ റിലേഷൻഷിപ്പ് രണ്ടുപേരും ചേർന്നാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നീ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അതൊരു റിലേഷൻഷിപ്പേ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് രണ്ടുപേര് ചേർന്ന് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമ്പോൾ അതാണ് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ സ്ലോ അപ്രോച്ച് സ്വീകരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് അതാണ്, ഒരു സ്ലോ പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അതൊരു സ്റ്റഡി ആയിട്ടുള്ളതായിരിക്കണം. ഗ്രാജുവലി അത് സ്റ്റഡി ആയിട്ട് വരും. ഒരു ഫാസ്റ്റ് റിസൾട്ടും ഒരിക്കലും നമുക്ക് കിട്ടില്ല. സ്ലോ ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അത് സ്റ്റഡി ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻസ് കൈക്കൊള്ളുക, ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ശ്രദ്ധിക്കുക. ഈ ഒരു ബന്ധം ഒരു ഹറിബറിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് യൂണിവേഴ്സോട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫോക്കസ് ഓൺ യുവർ സെൽഫ്, നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. 4 of Cupsന്റെ ഒരു കാർഡാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. ഈ ഒരു പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇന്ന് വരെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ്, പെട്ടെന്ന് നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഇല്ല. അപ്പോൾ അത് മനസ്സിനും അംഗീകരിക്കാനായിട്ട് മനസ്സിന് വളരെ പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് റൂട്ടീൻസ്, ഹാപ്പിനെസ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാനും ഇതിനൊക്കെ ഫോക്കസ് ചെയ്യാനും ശ്രമിക്കാം. ഫ്രണ്ട്സ്, വർക്ക്, സെൽഫ് ഗ്രോത്ത്, ഇതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഇത് നിങ്ങളെ ഒരു മെന്റലി സ്ട്രോങ് ആക്കും. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓവർ ടെസ്റ്റിങ്, ചേസിങ്, ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുക. ജലസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ, അതായത് ജലസി ഉണ്ടാക്കാൻ, അവരിൽ ജലസി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യണം. ഈഗോ ഗെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു പേഴ്സൺ വരുന്ന സമയത്ത് കാമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആവശ്യമാണെന്നെങ്കിൽ ക്ലാരിറ്റി ചോദിക്കുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളത് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക, പക്ഷെ പാസീവായിട്ട് അല്ല, കാമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക. പിന്നെ അവരുടെ ഒരു റെസ്പോൺസ് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിന്റെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു ഗ്രോത്തിലൊക്കെ നീ എപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് 49 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ലെറ്റർ O, ലെറ്റർ V, റീഡിംഗ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ബേക്കർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 1997 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലവബിൾ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 33,
Okay. Letter K, number 31, number 28, number 5, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 43, ടീ ലവർ, ചായ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ചാരിറ്റി, ലെറ്റർ 3, നമ്പർ 3, നമ്പർ 34, 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 54, കൊല്ലം ജില്ല. ലോയർ, കോട്ടയം ജില്ല. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ക്രൈസ് ഓൺ വെഹിക്കിൾസ്, ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നെയിൽ പോളിഷിനോട് ക്രേസ് ഉള്ള ആളായിരിക്കാം. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിലൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ചൈൽഡിഷ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 47, ലെറ്റർ എക്സ്. അതുപോലെ സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാകാം. 2000 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്. ഓക്കെ. നമ്പർ 23, നമ്പർ 55, നമ്പർ 42, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1977, നമ്പർ 50, നമ്പർ 53, 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി. ലെറ്റർ ഇസഡ്, കുക്കിംഗ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്, പുതിയ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മെസ്സി ഹെയർ സ്റ്റൈലുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.